എല്ലാവർക്കും നമസ്കാരം. ശതാക്ഷി ദേവിയുടെയും ശാകംഭരി ദേവിയുടെയും ചരിത്രമാണ് പറയാൻ പോകുന്നത്. വളരെ അത്ഭുതകരമാണ് ശതാക്ഷി ദേവിയുടെ ചരിതം. ദേവി ഭാഗവതത്തിൽ ആദ്യമായി ശതാക്ഷി ദേവിയെ കുറിച്ച് 7-ാം സ്കന്ധത്തിൽ 27-ാം അധ്യായത്തിൽ ഹരിശ്ചന്ദ്രന്റെ ചരിത്രത്തിലാണ് പറയുന്നത്. ഹരിശ്ചന്ദ്രൻ തന്റെ പുത്രന്റെ മൃതശരീരം ചിതയിൽ വെച്ച് ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവശമായ അവസ്ഥയെ പരിതപിച്ചുകൊണ്ട് പുത്രന്റെ ചിതാഗ്നിയിൽ തന്നെ പ്രവേശിക്കാൻ നിശ്ചയിക്കുന്നു. ആ സമയത്തിൽ കുലദേവതയായ ശതാക്ഷി ദേവിയെ സ്മരിക്കുന്നു. പിന്നെ അടുത്ത 28-ാം അധ്യായത്തിൽ ദേവി കഥാശ്രവണത്തിൽ ഉത്സുകനായ ജനമേജയൻ വ്യാസഭഗവാനോട് ശതാക്ഷി ദേവിയെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ അഭ്യർത്ഥിക്കുന്നു. പണ്ട് ദയാദാക്ഷിണ്യമില്ലാത്തവനും ദുഷ്ടനുമായ ദുർഗമൻ എന്ന രാജാവ് ഹിരണ്യാക്ഷന്റെ വംശത്തിൽ ഗുരുവിന്റെ പുത്രനായി ജനിച്ചു. ദേവന്മാരുടെ ബലം ഭൂമിയിൽ വേദോക്തമായ യാഗയജ്ഞങ്ങൾ ബ്രാഹ്മണർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ദുർഗമൻ മനസ്സിലാക്കുന്നു. അക്കാരണത്താൽ വേദോക്തമായ യാഗയജ്ഞങ്ങളെ ഭൂമിയിൽ തടഞ്ഞാൽ ദേവന്മാരുടെ ബലം ക്ഷയിക്കുകയും അവർ നശിക്കുകയും ചെയ്യും. യാഗയജ്ഞങ്ങളുടെ വിശേഷതയെ പറ്റി ഭഗവത്ഗീതയിൽ കർമ്മയോഗം അധ്യായത്തിലായി ഭഗവാൻ ശ്രീകൃഷ്ണൻ 10-12 ശ്ലോകത്തിൽ പറയുന്നു. പണ്ട് ബ്രഹ്മാവ് പ്രജകളെയും യജ്ഞത്തോടൊപ്പം സൃഷ്ടിച്ചു. ഈ യജ്ഞമുഖേന മനുഷ്യന്മാർ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നു. അങ്ങനെ പ്രീതിപ്പെട്ട് ദേവന്മാർ മനുഷ്യരെയും പ്രീതിപ്പെടുത്തുന്നു. ഇങ്ങനെ പരസ്പരം പ്രീതിപ്പെടുത്തി യജ്ഞങ്ങൾ ചെയ്ത് മനുഷ്യർക്കായി സകല ഇഷ്ടകാമ്യങ്ങളും ഭോഗങ്ങളും കൊടുക്കുന്നു. അതിനാൽ ദുർഗമൻ വേദത്തെയും വേദജ്ഞാനത്തെയും തന്റെ സ്വാധീനത്തിൽ ആക്കാനായി ഹിമാലയത്തിൽ ചതുർവേദങ്ങളുടെ ഈശനായ ബ്രഹ്മാവിനെ കുറിച്ച് ഘോര തപസ് ചെയ്യുന്നു. 1000 വർഷം തപസ്സിന്റെ ഫലമായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ദുർഗമൻ ചോദിച്ച വരം കൊടുക്കുകയും ചെയ്തു. ദുർഗമന്റെ ആവശ്യപ്രകാരം തപസ്സിനാൽ സന്തുഷ്ടയായ ബ്രഹ്മാവ് 3 ലോകങ്ങളിലും ദേവന്മാരിലും ബ്രാഹ്മണരിലും ഏതെല്ലാം മന്ത്രങ്ങൾ നിലനിൽക്കുന്നുവോ അതിന്റെ എല്ലാം അധീനത ദുർഗമനായി കൊടുക്കുന്നു. അങ്ങനെ ഭൂമിയിൽ വേദജ്ഞാനം നഷ്ടപ്പെട്ട ബ്രാഹ്മണർ യാഗയജ്ഞങ്ങളിൽ അശ്രദ്ധരാകുകയും ക്രമേണ യാഗയജ്ഞങ്ങൾ ഇല്ലാതെയാകുകയും ചെയ്തു. തൽഫലമായി ദേവന്മാരുടെ ബലം ക്ഷയിക്കുകയും ചെയ്തു. ദുർഗമൻ സ്വസൈന്യങ്ങളുടെ കൂടെ ഇന്ദ്രലോകത്തെ വളയുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാത്ത ദേവന്മാർ പരാജിതരായി അമരാവതിയെ വിട്ട് ഗുഹകളിലും മലകളിലും ഒളിക്കുന്നു. ഒളിച്ച് പരാശക്തിയായ പരമാംബികയെ ധ്യാനിച്ച് ജീവിതം കഴിച്ചു. ഭൂമിയിൽ അഗ്നിഹോമാദികൾ ഇല്ലാതായപ്പോൾ മഴ ലഭിക്കാതായി ഭൂമി മുഴുവൻ വരണ്ട് സസ്യലതാദികൾ നശിച്ച് 100 വർഷങ്ങൾ ഈ അവസ്ഥ തുടർന്നു. ഘോര വരൾച്ച കാരണം പശുവർഗങ്ങൾ മനുഷ്യർ മുതലായവ ആഹാരമില്ലാതെ മരിച്ചു തുടങ്ങി. ഇങ്ങനെ അനർത്ഥം സംഭവിക്കുമ്പോൾ ബ്രാഹ്മണന്മാർ ശിവയെ ആരാധിക്കാൻ ഹിമോത്പാർശ്വത്തിൽ എത്തിച്ചേർന്ന് നിരാഹാരരായി പൂജ, ധ്യാനം, സമാധി എന്നിവ തുടങ്ങിയ കാര്യം ദിവസം ചെയ്തു തുടങ്ങി. ദേവിയെ സന്തോഷപ്പെടുത്തുകയും ദേവിയെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്തു. ദയ കാണിക്കണേ, കരുണ കാണിക്കണേ, എല്ലാ ജീവികളിലും കുടികൊള്ളുന്ന ദേവേശി, അങ്ങയുടെ ഓരോ മനുഷ്യരും അങ്ങയുടെ പ്രേരണ അനുസരിച്ചാണ് ഓരോരോ കാര്യം ചെയ്യുന്നത്. ഹേ അംബികെ, ഞങ്ങളുടെ ഈ പരമസങ്കടത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കണേ. ഇങ്ങനെ ബ്രാഹ്മണർ അംബികയോട് പ്രാർത്ഥിക്കുന്നു. ദയാം കുരു മഹേശാനി പാമരേഷു ജനേഷു ഹി സർവ അപരാധയുക്തേഷു നൈതശ്ലാഘ്യവാംബികെ കോപം സംഹര ദേവേശി സർവാന്തര്യാമി രൂപിണി ത്വയാ യഥാ പ്രേര്യതേയം കരോതി സ തഥാ ജന. ഹേ ദേവി, അങ്ങയുടെ പ്രേരണയില്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മേൽ ദയ കാണിക്കണേ. അപരാധികളായ ഞങ്ങളുടെ മേൽ ദയ കാണിച്ചും ഞങ്ങളുടെ മേലുള്ള കോപത്തെ അടക്കിയാലും
ഭൂമിയിൽ നിലനിൽക്കാനായി ജീവന ആധാരമായ വസ്തുക്കൾ ഇല്ലാതായാൽ ഞങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെ സംഭവിക്കും? പ്രസീദത്വം മഹേശാനി പ്രസീദ ജഗദംബികെ അനന്തകോടി ബ്രഹ്മാണ്ഡ നായികേ തേ നമോ നമ. നമ കൂടസ്ഥരൂപായേ ചിദ്രൂപായേ നമോ നമ. നമോ വേദാന്ത വേദ്യായേ ഭുവനേശ്യേ നമോ നമ. അനന്തകോടി ബ്രഹ്മാണ്ഡ നായികയും എല്ലാ വേദങ്ങളിലും പറയപ്പെട്ട ബ്രഹ്മസ്വരൂപിയും എല്ലാത്തിൻ്റെയും കാരണരൂപമായ അങ്ങയെ സർവാത്മന നമസ്കരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ട ഭുവനേശ്വരി അനന്തകോടി കണ്ണുകളുള്ള രൂപത്തോടെ പ്രത്യക്ഷപ്പെടുന്നു. നീലാഞ്ജനത്തിന് തുല്യമായ നിറവും നീലതാമരയ്ക്ക് തുല്യവും നീണ്ട കണ്ണുകളും ഉള്ള രൂപമായിരുന്നു. ബാണം, വലിയ വില്ല് ഏന്തിയവളും കമലം, പുഷ്പം, പല്ലവം, മൂലാദികൾ, ചാക്കാദികൾ അനന്തരസം കനിയുന്നതും വിശപ്പും ദാഹവും ജലവും അകത്തുന്ന ഫലങ്ങൾ എന്ന് എടുത്ത കൈകളും ഉള്ള രൂപമായിരുന്നു. സർവസൗന്ദര്യങ്ങളുടെയും സാരഭൂതവുമായ ലാവണ്യ ശോഭിതമായിരുന്നു ആ ദേവിയുടെ രൂപം. കോടിസൂര്യപ്രതീകാശം കരുണാരസ സാഗരം ദർശയിത്വാ ജഗദ്ധാത്രി സാ അനന്ത നയനോദ്ഭവ മോക്ഷയാമാസ ലോകേഷു വാരിധാര സഹസ്രശ നവരാത്രം മഹാവൃഷ്ടി രഘു നേത്രോദ്ഭവേ ജലേഹി. കോടി സൂര്യപ്രകാശത്തിന്റെ തുല്യമായ ശോഭയോട് കൂടിയവളും കരുണാരസ സാഗരവുമായ തന്റെ രൂപം കാണിച്ചുകൊണ്ട് ജഗദ്ധാത്രിയായ പരമേശ്വരി ആയിരക്കണക്കിന് കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ച നയനജലത്താൽ ആയിരക്കണക്കായ മഴവർഷങ്ങൾ ഭൂമിയിലേക്ക് 9 രാത്രി വർഷിച്ചു. ഇപ്രകാരമുള്ള അംബികയുടെ അശ്രുജലത്താൽ നദിയും നദവും പ്രവഹിച്ചു തുടങ്ങി. പണ്ട് ഓടി ഒളിഞ്ഞിരുന്ന ദേവന്മാരെല്ലാവരും പുറത്തു വന്നു. ദേവന്മാരും ബ്രാഹ്മണന്മാരും ചേർന്ന് ദേവിയെ സ്തുതിക്കാൻ ആരംഭിച്ചു. നമോ വേദാന്ത വേദ്യത്തെ നമോ ബ്രഹ്മസ്വരൂപിണി സ്വമായയാ സർവജഗത് വിധാത്രേ നമോ നമ. ഭക്തകൽപദ്രുമേ ദേവി ഭക്താർത്ഥം ദേഹധാരിണി നിത്യതൃപ്തേ നിരൂപമേ ഭുവനേശ്വരി തേ നമഃ. അസ്മച്ചാന്തത്തമോത്തൂലം ലോചനാനാം സഹസ്രകം ത്വയാ യതോ ധൃതം ദേവി ശതാക്ഷിത്വം തതോ ഭവ. വേദാന്തങ്ങളെ അറിഞ്ഞവളും ബ്രഹ്മസ്വരൂപിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. തന്റെ മായയെ കൊണ്ട് ജഗത്തെ മുഴുവൻ ഉണ്ടാക്കിയവളും ഭക്തന്മാരുടെ കൽപദ്രുമാവും ഭക്തന്മാരുടെ സങ്കടം തീർക്കാനായി യഥാകാലം പലവിധ ദേഹങ്ങളെ ധരിക്കുന്നതായ ദേവിക്ക് നമസ്കാരം. ഹേ ഭുവനേശി, നിത്യതൃപ്തയും നിരൂപയും ആയ അങ്ങയ്ക്ക് നമസ്കാരം. ഞങ്ങളുടെ ദുഃഖശാന്തിക്കായി 1000 കണക്കുള്ള കണ്ണുകളുള്ള രൂപം ധരിച്ചതിനാൽ അങ്ങ് ശതാക്ഷി എന്ന പേരിൽ പ്രസിദ്ധമായി ഭവിക്കട്ടെ. വിശപ്പിനാൽ പീഡിതരായ ഞങ്ങൾക്ക് സ്തുതിക്കാൻ പോലും ശക്തിയില്ലാതായിരിക്കുന്നു. ഹേ ദേവി, ദയ കാണിക്കണേ, ഞങ്ങൾക്കായി വേദങ്ങളെ വീണ്ടെടുത്ത് നൽകിയാലും. അങ്ങനെ സ്തുതിച്ച് മഹേശ്വരി ഫലങ്ങളും മൂലങ്ങളും പലവിധ അന്നങ്ങളും പശുക്കൾക്കുള്ള ആഹാരവും കൊടുത്തു. ഇഷ്ടപ്പെട്ടതും അനന്തരസവുമുള്ള പലതര ഭക്ഷണങ്ങളും കൊടുത്തു. അന്നു മുതൽ ദേവിക്ക് ശാകംഭരി എന്ന പേരും ഉണ്ടായി. ഇങ്ങനെയുള്ള കോലാഹലത്തെ പറ്റി ദൂതമുഖേന അറിഞ്ഞ ദുർഗമൻ 1000 അക്ഷോഹിണി സൈന്യങ്ങളും ആയുധങ്ങളോടും കൂടി യുദ്ധത്തിനായി വന്നെത്തി. ദേവിയുടെ ഒപ്പം നിൽക്കുന്ന ദേവന്മാരെ എല്ലാവരും വളയുകയും ശരങ്ങളാൽ വർഷിക്കുകയും ചെയ്തു. അതേസമയം ബ്രാഹ്മണ സമൂഹത്തെയും എല്ലാ ദിക്കിലും നിന്ന് വളഞ്ഞു. ഭയഭീതരായ ദേവന്മാരും ബ്രാഹ്മണരും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ദേവി തേജോമയായ രക്ഷാചക്രം നിർമ്മിച്ച് ദേവന്മാരെയും ബ്രാഹ്മണരെയും അതിൻ്റെ ഉള്ളിലാക്കി. ആ തേജോചക്രത്തിന്റെ പുറത്ത് നിൽക്കുന്ന ദേവിയും ദുർഗമനുമായി യുദ്ധം ആരംഭിച്ചു. ശരവർഷങ്ങളാൽ സൂര്യമണ്ഡലം മുഴുവൻ മറയുകയും പരസ്പരം വർഷിച്ച ബാണങ്ങളിൽ നിന്ന് അഗ്നിവർഷം ഒഴിഞ്ഞു. കഠോരങ്ങളായ ഞാൻ ഒലിയാൽ എല്ലാ ദിക്കും നിറഞ്ഞു. അപ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് കാളിക, താരിണി, ബാല, ത്രിപുര, ഭൈരവി, രമ, ബഗള, മാതംഗി,
ത്രിപുരസുന്ദരി, കാമാക്ഷി, തുലജ, ജംബിനി, മോഹിനി, ചിന്നമസ്തക, 16 കൈകളുള്ള ഗുഹ്യകാളിക എന്നിവ തീവ്രശക്തികൾ പുറപ്പെട്ടു. 32 വേറെ ശക്തികളും 64 മറ്റൊരു ശക്തികളും എണ്ണമറ്റ ആയുധങ്ങളോടുകൂടി ദേവീ ശക്തികളും ഉത്ഭവിച്ചു. യുദ്ധരംഗം മൃദംഗം, ശംഖ, വീണ എന്ന ശബ്ദങ്ങളാൽ വാദ്യങ്ങളുടെ ശബ്ദങ്ങളാൽ പൂരിതമായി. ദേവി സൈന്യത്താൽ 100 അക്ഷോഹിണി സൈന്യങ്ങൾ നഷ്ടപ്പെട്ട ദുർഗമൻ സേനാനായകനായി ദേവി ശക്തിയോടൊപ്പം യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായ യുദ്ധം സംഭവിക്കുകയും രക്തപ്പുഴകൾ ഒഴുകുകയും ചെയ്തു. 10 ദിവസത്തിനുള്ളിൽ ദുർഗമന്റെ എല്ലാ അക്ഷോഹിണി സൈന്യങ്ങളും നഷ്ടപ്പെട്ടു. പിന്നീട് 11-ാം ദിവസം രക്തമാല്യവും രക്തവസ്ത്രവും രക്തകുറിക്കൂട്ടും അണിഞ്ഞ് ദുർഗമൻ യുദ്ധത്തിനായി വരികയും വലിയ ശക്തി സൈന്യങ്ങളെ ജയിക്കുകയും മഹാദേവിയുടെ മുമ്പിൽ തന്റെ രഥത്തെ നിർത്തുകയും ചെയ്തു. 2 യാമങ്ങളോളം ദേവിയും ദുർഗമനുമായി അതിഭീകരവും ഘോരവുമായ യുദ്ധം നടന്നു. പിന്നീട് ദേവി അത്യുഗ്രങ്ങളായ 15 ബാണങ്ങളെ തൊടുത്തുവിട്ടു. 4 ബാണങ്ങൾ കൊണ്ട് 4 കുതിരയെയും 1 ബാണം കൊണ്ട് സാരഥിയെയും 2 ബാണം കൊണ്ട് ദുർഗമന്റെ കണ്ണുകളെയും 2 ബാണം കൊണ്ട് ദുർഗമന്റെ കൈകളെയും 1 ബാണം കൊണ്ട് ധ്വജത്തെയും 5 ബാണങ്ങൾ കൊണ്ട് ദുർഗമന്റെ ഹൃദയത്തെയും തളർത്തു. രക്തം ഛർദ്ദിച്ച് ദുർഗമൻ ദേവിയുടെ മുന്നിൽ മരിച്ചു വീണു. അവന്റെ തേജസ് ദേവിയിൽ ലയിച്ചു. അവൻ മഹാശക്തനായ ദുർഗമന്റെ മരണത്തോടുകൂടി 3 ലോകത്തിലും ശാന്തി ഉണ്ടായി. ബ്രഹ്മാദികൾ ഹരിയെയും ഹരനെയും മുൻനിർത്തി ഭക്തിപൂർവം സ്തുതിച്ചു. ജഗത് ബ്രഹ്മ വിവർത്തേക കാരണേ പരമേശ്വരി നമ ശാകംഭരി ശിവേ നമസ്തേ ശതലോചനെ സർവോപനിഷദുദ്ഗുഷ്ടേ ദുർഗമാസുരനാശിനി നമോ മായേശ്വരി ശിവേ പഞ്ചകോശാന്തരസ്ഥിതേ ചേതസാ നിർവികൽപേനായാം ധ്യായന്തി മുനീശ്വര പ്രണവാർത്ഥ സ്വരൂപാം താം ഭജാമോ ഭുവനേശ്വരി അനന്തകോടി ബ്രഹ്മാണ്ഡ ജനനീം ദിവ്യ വിഗ്രഹാം ബ്രഹ്മ വിഷ്ണുവാദി ജനനീം സർവഭാവേർ നദാവയം കത്കുര്യാത് പാമരാം ദൃഷ്ട്വാ രോദനം സകലേശ്വര സദയാം പരമേശാനീം ശതാക്ഷീം മാതരം വിന. പ്രണവാർത്ഥ സ്വരൂപിയായ ആരെയാണോ മുനീശ്വരന്മാർ മനസ്സിൽ നിർവികൽപ്പ സമാധിയിൽ ധ്യാനിക്കുന്നുവോ അങ്ങനെയുള്ള ഭുവനേശ്വരിയെ നമസ്കരിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളെ ഉണ്ടാക്കിയവളും ദിവ്യസ്വരൂപിയും ബ്രഹ്മ വിഷ്ണു ആദികളെ ജനിപ്പിക്കുന്നവളുമായ ഈശ്വരിയെ സർവാത്മന നമസ്കരിക്കുന്നു. ശതാക്ഷി ദേവിയെ കൂടാതെ വേറെ ഏത് ദേവനാണ് ഈ പാമരന്മാരായ ഞങ്ങളെ കണ്ട് ദയയോടെ കണ്ണുനീര് ഒഴുക്കും? ദേവി സന്തുഷ്ടയായി തീർന്നു. പ്രസന്നയായി ആ ദേവി ബ്രാഹ്മണർക്ക് വേദങ്ങളെ വീണ്ടെടുത്ത് കൊടുത്തിട്ട് അവരോട് വിശേഷിച്ച് മധുര സ്വരത്തിൽ പറഞ്ഞു, ഈ വേദ ശരീരം അത്യുത്കൃഷ്ടമാണ്, വിശേഷിച്ച് സംരക്ഷിക്കണം, സദാ പൂജിക്കണം, മംഗളം ഉണ്ടാകാനായി സദാ സേവിക്കുകയും വേണം. വേദസംരക്ഷണം ചെയ്യാതിരുന്നാലുള്ള അനർത്ഥം ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്. ഈ ശതാക്ഷി ദേവിയുടെ അവതാരത്തെ പറ്റി ദേവി മഹാത്മ്യത്തിൽ നാരായണീ സ്തുതിയിൽ ദേവി ദേവന്മാരോട് നാരായണ സ്തുതിയുടെ ഭാഗമായി ദേവി ദേവന്മാരോട് പറയുന്നതായി കാണാം. ശുംഭൻ നിശുംഭന്റെ വധത്തിനു ശേഷം ദേവന്മാർ കാർത്യായനി ദേവിയെ സ്തുതിക്കുകയും സന്തോഷപ്പെട്ട് ദേവി അവരോട് ജഗത്തിന് ഉപകാരമുള്ള വരം ചോദിക്കാനായി പറയുന്നു. അപ്പോൾ അവർ ഇപ്രകാരം വരം ചോദിച്ചു: സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ് വൈരി വിനാശനം. ശുംഭൻ നിശുംഭൻ പോലെയുള്ള ഞങ്ങളുടെ എല്ലാ വൈരികളെയും ഉണ്ടാകുന്ന സകല ബാധങ്ങളെയും നശിപ്പിച്ച് ശാന്തിയും സമാധാനവും നൽകിയ അങ്ങയുടെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിലും ഉണ്ടാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച ദേവി
ഭാവിയിൽ ഉണ്ടാകുന്ന പരമേശ്വരിയുടെ അവതാരങ്ങളെ പറയുകയും ആ ഭാഗമായി ഈ ശ്ലോകം പറയുന്നു. ഇത് ദേവി മഹാത്മ്യത്തിന്റെ ശ്ലോകമാണ്. ഭൂയശ്ച ശതവാർഷിക്കാം അനാവൃഷ്ട്യാം അലംബസി മുനിവി സംസ്കൃത ഭൂമോ സംഭവിഷ്യാമ്യയോനിജ തദശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനി കീർത്തയിഷ്യന്തി മനുജ സതാക്ഷീം ഇതി മാം തദാ തദോഹം അഖിലം ലോകം ആത്മദേഹ സമുദ്ഭവേ ഭരിഷ്യാമി സുരാശാഖേ ആവൃഷ്ടേ പ്രാണധാരകേ ശാകംഭരി വിഖ്യാതിം തദാ യാസ്യാമ്യഹം ഭുവി തത്രൈവ ച വദിഷ്യാമി ദുർഗമാക്യം മഹാസുരം. 100 വർഷം മഴയില്ലാതെ ഭൂമിയിൽ വരൾച്ച സംഭവിക്കുമ്പോൾ മുനികളാൽ പ്രാർത്ഥിക്കപ്പെട്ട് ഞാൻ അനേകം കണ്ണുകളോടുള്ള ശതാക്ഷി എന്ന രൂപം എടുക്കും. ഋഷിമാരെ അനുഗ്രഹിക്കുകയും സ്വശരീരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സസ്യലതാദികളാൽ വരൾച്ച ബാധിച്ച് ജനങ്ങളുടെ ദുഃഖങ്ങളെ തീർക്കുകയും ചെയ്യും. ഈ വക ദുഃഖത്തിന് കാരണമായ ദുർഗമൻ എന്ന അസുരനെ വധിക്കുകയും ചെയ്യും. അപ്പോൾ ശാകംഭരി എന്ന നാമം പ്രസിദ്ധമാകും. പിന്നെ ശങ്കര ഭഗവത്പാദരും ഈ ശാകംഭരി ദേവിയെ തന്റെ കനകധാര സ്തോത്രത്തിൽ സ്തുതിക്കുന്നതായി കാണാം. ഗീർദേവദേതി ഗരുഡധ്വജസുന്ദരീതി ശാകംഭരീതി ശശേഖര വല്ലവേദി സൃഷ്ടിസ്ഥിതി പ്രളയകേഷു സംസിതായെ തസ്യേ നമസ്ത്രിഭുവനെ ഗുരുസ്തരുണ്യെ. പിന്നെ വേദങ്ങൾ നഷ്ടപ്പെടുക എന്നതും വേദ ആചാരങ്ങൾ ഇല്ലാതെ ഭൂമിയിൽ വരൾച്ച പ്രാപിക്കുന്ന സമാന്തരങ്ങളായ ചരിതങ്ങൾ നമ്മൾക്ക് വിഷ്ണു ഭാഗവതത്തിൽ മത്സ്യാവതാരത്തിലും വേനന്റെയും പൃഥുവിന്റെയും ചരിത്രത്തിലും കാണാം. ഇനി വനശ്രുതി. ശതാക്ഷി ദേവിയുടെ മാഹാത്മ്യം പഠിക്കുന്നത് ഉത്തമമാണ്. സന്തുഷ്ടയായി ദേവി സകല ആപത്തുകളെയും ഇല്ലാതാക്കും. ദുർഗമൻ എന്ന അസുരനെ വധിച്ചതിനാൽ ദുർഗ എന്ന എന്റെ നാമത്തെയും ശതാക്ഷി എന്ന എന്റെ നാമത്തെയും ആരാണോ ജപിക്കുന്നത് അവർ മായയെ ജയിക്കും. ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വിധം ഉപദേശിച്ച് ദേവി അന്തർദാനം ചെയ്തു. ഈ കഥ സകല ഗോപനീയവും മഹനീയവും പരമരഹസ്യവും സകല കല്യാണ കാരണവും ആണ്. ആരാണോ ഭക്തിപൂർവം ഈ അധ്യായം നിത്യം കേൾക്കുന്നതോ പഠിക്കുന്നതോ അവർ സകല കാമങ്ങളും നേടി ദേവി ലോകത്തിൽ സംപൂജ്യയായി തീരും. അഷ്ടോഭുജാംഗീം ഐഷസ്യമർദ്ദിനീം ശശങ്ക ചക്രാം ശരശൂലധാരിണീം താം ദിവ്യയോഗീം സഹജാത വേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. മാധർമേ മധുകൈടഭക്തമേഷി പ്രാണാപ്രഹാരോദ്യതേ ഹേലാനിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേഷ് നിശുംബാപഹേ ശുംഭധ്വംസിനി സംഹരാശ ദുരിതം ദുർഗേ നമസ്തംബികെ. നമ്മളെല്ലാവരെയും ദേവി ശതാക്ഷി ദേവിയായും ശാകംഭരി ദേവിയായും ഭുവനേശ്വരി ദേവിയായും ജഗദംബികയായും ദുർഗാദേവിയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവിന്റെയും ദേവിയുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നമസ്കാരം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ.